ഹലോ ഗൈസ്, എത്ര അലറിയിട്ടൊന്നും കാര്യമില്ലടേ. എൻ്റെ മൈക്കിൽ കേൾക്കാവുന്ന സൗണ്ടേ നിങ്ങൾക്ക് എത്തുള്ളൂ. ഐ ഡോണ്ട് നോ, ഒരു പുതിയ മൈക്ക് വാങ്ങിച്ചതിൻ്റെ ഒരു ദുരിതമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന മുഴുക്കാൻ. ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ വേറെ കുറച്ച് തിരക്കുകളിലാണ്. ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ വരേണ്ട ഒരു കേസ് ഉണ്ട്. ഇനി എന്നെ പിടിച്ചകത്താക്കുന്ന അല്ലല്ല, ഞാൻ കൊടുക്കുന്ന കേസാണ്. അതിനകത്ത് ഞാൻ വന്ന് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് ഞാൻ പബ്ലിക്കിൽ തരാം. ഞാനിപ്പോൾ വന്നത്, ഈ വീഡിയോ ചെയ്യാൻ വന്നത്, ഐ എം സേഫ്, സെക്യൂറായിട്ടിരിക്കുന്ന, ഒരു കുഴപ്പവുമില്ല. പലരും ഒരു ഡൗട്ടിലാണ് ചോദിക്കുന്നത്, നിങ്ങൾ സൈബർ ഇടങ്ങളിൽ കിടന്ന് ആക്രമിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവർ കിടന്ന് ബഹളം വയ്ക്കുന്നതിൻ്റെ ഇതിനായിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഐ എം റിയലി സേഫ്, എനിക്ക് ഒരു പ്രോബ്ലവുമില്ല. അവർ പറയുന്നത് എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്കും മനസ്സിലാകുന്നുണ്ട്. പിന്നെ അവർക്ക് മാത്രം മനസ്സിലാവാതെ അവർ സ്വയം ഇങ്ങനെ ചിന്തിക്കണം, ഷെഫീന ബീവിയെ നാളെ അങ്ങോട്ട് ടാർണിഷ് ചെയ്യും, ഷെഫീന ബീവിയുടെ ചാനൽ അങ്ങോട്ട് തീർത്ത് കിട്ടും, ഷെഫീന ചെവിയെ മുട്ടയിടും. ഷെഫീന ബീവിയെ ഒരു ഉണ്ടേ ഇടാനില്ല. പിന്നെ വേറെ ഒരു ബ്ലോഗർ, മാസ്റ്റർ പീസ് ബ്ലോഗർ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് സൈബറിൽ കേസ് കൊടുത്തത്. ശോകം. ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നെനിക്കറിയത്തില്ല. ഷൈബർ ഉടനെ എൻ്റെ ചാനൽ പൂട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന നിന്നെയൊക്കെ പോലെയുള്ള മരഊളകളാണല്ലോ ഈ പറയുന്ന ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ മയക്കും കൊണ്ടിരിക്കുന്നതെന്ന്. അല്ലടാ, ഒരു ചോദ്യം, നിനക്ക് മനസ്സിലാവും, നാട്ടുകാർക്ക് മനസ്സിലാവും, അത്രയും ഞാൻ ഉദ്ദേശിക്കുക, പേര് ഞാൻ പറയത്തില്ല. നീ തനിച്ച് പറഞ്ഞാൽ പറ്റാത്തത് കൊണ്ടാണോ നിൻ്റെ സ്റ്റെപ്പിനെ പിടിച്ച് അടുത്തിരുത്തി ഒരു മയക്കും കൊണ്ട് കൊടുത്തത്? ഒരു കാര്യം ചെയ്യും, ലെവൽ ഇട്ടിട്ട് ആട്ടിക്കൊണ്ട് നിന്നില്ലേ, ഒരുമാതിരി ഒരു ഷാൾ ഇട്ട് ഒരു ജട്ടിയും പാടിയ, നീ അത് അവളെ ഉടുപ്പിച്ച് അവിടെ ഇരുത്തടാ. അവൾക്ക് തുണി കൊടുത്തിരിക്കണേ എന്തിന്? ബൈ ദ വേ, വേറെ കുറേ കമൻസ് ഉണ്ടായിരുന്നു തട്ട വിടാനായിട്ട്. തട്ടമിട്ട പെയിങ്കിളി സൗകര്യമില്ല. ഞാനിവിടെ പിന്നെ അതിപുരാതന കാലഘട്ടത്തിൻ്റെ ഡ്രസ് കോഡിലേക്ക് പോകാനോ ഇസ്ലാമികപരമായ കാഴ്ചപ്പാടിലുള്ള ഡ്രസ് കോഡിലേക്ക് പോകാനോ ഒന്നും ഞാൻ ആരുടെ ആഹ്വാനം ചെയ്തിട്ടില്ല. നിങ്ങൾ തട്ടമിടുകയോ തട്ടമിടാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ തുണിയൂരി കാണിക്കുമ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനത നിങ്ങൾ ആണുങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ മുന്നിൽ തുണിയില്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന പെർഫോമൻസ് റോങ്. നിങ്ങൾ നിങ്ങളെ മെറ്റീരിയലൈസ് ചെയ്യരുത്. ഞാനൊരു മെറ്റീരിയൽ അല്ല, ഐ എം നോട്ട് എ സെക്സ് ടൂൾ എന്നാണ് പറഞ്ഞത്. അത് ബോധമുള്ളവർക്ക് മനസ്സിലാക്കും. ബോധമില്ലാത്തവരെന്ത് പറയും? എൻ്റെ മോളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയോ, വിടില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നിൻ്റെ മോളുടെ സ്വാതന്ത്ര്യം നിൻ്റെ മോളുടെ ഒരു ലെവൽ വരെ ഉള്ളൂ. അതിനിപ്പുറത്തോട്ട് വന്നാൽ ന്യൂഡിറ്റിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ചാനൽ എൻ്റെതല്ല പൂട്ടുക. പൂട്ടപ്പെടുന്ന ചാനൽ, പൂട്ടിയ ചാനലുകളും ന്യൂഡിറ്റി പ്രദർശിപ്പിച്ച ചാനലുകളാണ്. ഇപ്പോൾ തൊപ്പിയുടെ ചാനൽ പൂട്ടി. അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കത്തിവെപ്പൊന്നുമല്ല, അവൻ കൊണ്ടുവന്ന് കാണിച്ചത് ഒരു വൃത്തികെട്ട സാധനമാണ്. അതാണ് അവൻ്റെ ചാനൽ പോകാനുള്ള കാരണം. ആ ചാനൽ പോയാലും അവൻ അടുത്ത ചാനൽ തുടങ്ങാനുള്ള ഇതുണ്ട്. അതൊന്നും ആർക്കും വിലക്കാനും നിഷേധിക്കാനും പറ്റത്തില്ല. മണ്ടത്തരങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ആ മണ്ടത്തരങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ചോദിക്കരുത്. സ്പെഷ്യലി എൻ്റെ വ്യൂവേഴ്സ് ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു ഇല്ലീഗൽ ഇമ്മോറൽ സൈഡുള്ള ആളല്ല. എന്നെ പിന്നെ തീവ്രവാദി, പിന്നെ മാവോയിസ്റ്റ്, പെൺവാണിപ്പക്കാരി, സ്പൈ, ചാനവനിത എന്ന് വേണ്ട സർവത്രം പറഞ്ഞാലും ഞാനിവിടെ സ്ട്രെങ്താണ് നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ ഇതിനകത്തൊന്നും ഇല്ല. അവരിനിയിപ്പോൾ തലകുത്തി മറിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു സംഗതിയിൽ എന്നെ കിട്ടില്ല. അതെനിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ആസ് യൂഷ്വൽ ഇപ്പോൾ എല്ലാവരും പറയണക്ക് ഞാൻ ആ ഒരു ഇമോഷൻ ഇത്തിരി ഹൈപ്പിലായിപ്പോയി. അപ്പോഴും കയറി നല്ല രണ്ടങ്ങ് കൊടുത്തു. എനിക്ക് അതിനകത്ത് വലിയ റിഗ്രഷൻ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, 13 വയസ്സുള്ളൊരു മകളെ നമുക്ക് നഷ്ടപ്പെട്ടൊരു അവസ്ഥയുണ്ട്. അതും ഇതും എല്ലാം കൂടെ ബ്രെയിനിൽ കയറിയിട്ട് അതങ്ങോട്ട് എക്സ്പ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു, നമ്മൾ അവർ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് നമുക്ക് അത്രയും ദേഷ്യം വന്നത് എന്നുള്ളതാണ്. ആ ഇഷ്ടം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ നീ എക്കടി കെട്ടുപോലെ എനക്കെന്നെ. പക്ഷേ ന്യൂഡിറ്റി ഇനി നീ നിൻ്റെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്താൽ ഈ ഇരുന്ന് ചൊറിയുന്ന കുഞ്ഞി ഓവയെ പോലെയല്ല ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്താൽ. ഓക്കെ, ആ മെൻ്റലി ഡിഫറെൻറ്റ്. എനിക്കറിയാതെ എങ്ങനെ കൊടുക്കണം, എവിടെ പിടിച്ചാൽ അതിന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ എൻ്റെ ചാനലിരുന്ന് റിപ്പോർട്ട് അടിച്ച ഉണ്ടംപുരിയാണ്. 298 സബ്ബല്ലേ, അല്ല 289 തിരിച്ചറിഞ്ഞ് 289 സബ്ബുള്ള എൻ്റെ ചാനലിനെ നിങ്ങൾ അടിച്ചു തൂരക്കളയാൻ ഈ ഒരു മൈന്യൂട്ട് സാധനം കൊണ്ട് നടക്കൂല. മനസ്സിലായ? അതുകൊണ്ട് നടക്കത്തില്ല. കുറച്ചുകൂടെ മൂത്തിട്ട് വരിക. ചലഞ്ചാണ്, പോയി മൂത്തിട്ട് വാ.
നിങ്ങൾ സൈബറിലോ സെൻട്രലിലോ ഒക്കെ പിടിച്ചിട്ട് നോക്ക്, മൂത്തിട്ട് വാ. ഇതൊന്നും അങ്ങനെയൊന്നും നടക്കുന്ന കേസല്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ആ അഭിപ്രായം പറഞ്ഞ അത്രയും മിനിറ്റ് 30 മിനിറ്റോളം വരുന്ന ഉടനീള വീഡിയോ എവിടെ പോയി പബ്ലിഷ് ചെയ്താലും കേൾക്കുന്നവനിക്ക് ബോധമുണ്ടെങ്കിൽ മനസ്സിലാകും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ കൺവെട്ടത്ത് സ്വന്തം ശരീര പ്രദർശനം നടത്തുന്ന ഏവളായിരുന്നാലും, ശരീരം കൊണ്ടുള്ള പ്രദർശനം നടത്തുന്നവൾ ആഗ്രഹിക്കുന്നത് എന്താണ്? വരൂ, വെൽക്കം വെൽക്കം എന്നാണ്. ആ വെൽക്കം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിനെതിരെ നിങ്ങൾ കേസ് കൊടുത്ത് അത് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൂക്കിക്കൊല്ലത്തില്ല, അതുകൊണ്ട് 5-6 കൊല്ലത്തേക്ക് ജയിലിലിടത്തില്ല. ഇതൊന്നും തീർത്തിട്ട് പോരാ, ഈസിയാ. 5-6 കൊല്ലത്തേക്ക് ജയിലിലിടത്തില്ല. അങ്ങനെ യാതൊരു പ്രോബ്ലവും എനിക്ക് വരാനും പോകുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ സ്വയം ഇങ്ങനെ ആലോചിച്ച് ആത്മഹൂതി കൊണ്ട് അവിടെ കുത്തിയിരുന്നോളി, അതേ നടക്കുകയുള്ളൂ, വേറെ ഒന്നും നടക്കത്തില്ല. ഞാൻ വേറൊരു വിഷയമായിട്ട് വന്നതാണ്.